ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതാ മുറ്റത്തുള്ളൊരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചാൽ. അപ്പോഴാണ് ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു നമ്മൾ താമസിച്ചിരുന്നൊരു വീടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു 10-60 വർഷം പഴക്കമുള്ളൊരു വീടാണ്. ഏകദേശം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് തന്നെയായി 20 വർഷം. ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് താമസമായിട്ട് 10 വർഷമായി. ഞാൻ ഒരു 10 വർഷത്തോളം ആ ഒരു വീട്ടിലാട്ടോ നിന്നിട്ടുള്ളത്. ആ ഒരു വീട് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഭയങ്കര കൊതുട്ടോ, ഇവിടെ ഇരിക്കുമ്പോൾ കൈക്കും കാലിനൊക്കെ കൊതു വന്ന് കടിക്കുന്നുണ്ടേ. ഇതാ മോനുണ്ട് വിളിക്കുന്നു കേട്ടോ. അവൻ എന്തിനാ വിളിക്കുന്നൊന്ന് പോയി നോക്കട്ടെ. അവനെന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവൻ ബട്ടർ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നാട്ടാ. നമ്മുടെ വീട്ടിലുണ്ടായ ബട്ടറാണ്. അവൻ പറിച്ച് വെച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അവൻ പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ബട്ടർ ജ്യൂസ് അടിച്ച് കൊണ്ട് തന്നാട്ടോ. നല്ല തിക്കോട് കൂടിയിട്ടുണ്ട് കേട്ടോ. അവനോട് കുടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ കുടിച്ചോളീന്ന് പറഞ്ഞു. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല കട്ടപ്പാലൊക്കെ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവൻ ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്നേ. ഞാൻ പറഞ്ഞു അമ്മയുടെ കുട്ടി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണെന്ന്. ഞാനത് മുഴുവനും കുടിച്ചു കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായ ബട്ടറിനെ കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കുടിക്കാനും പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ വീട്ടിലുണ്ടായത് കഴിക്കുമ്പോൾ. നമ്മളിങ്ങനെ തറവാട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട ബാക്കിലായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ കുറേ കവുങ്ങ് തൈകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട്. മഴ പെയ്ത കാരണം ഫുള്ള് കാട് പിടിച്ചിറക്കുകയാണ്. പെട്ടെന്ന് കാട് വളരും. നമ്മൾ തറവാട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് വെള്ളം എടുക്കുന്നൊരു കുഴൽക്കിണറാട്ടോ. അവിടെ സ്ലാബ് ഇട്ടിട്ട് അടച്ചിട്ടിട്ടുണ്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ തറവാട്. 60 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 40-45 വർഷം പഴക്കമുണ്ടെന്ന്. എന്തായാലും അതിൽ കൂടുതലാതെ കുറയില്ല കേട്ടോ. ഇതാണ് ആ വീട്. ആൾതാമസമൊന്നുമില്ല. അങ്ങനെ മണ്ണും പൊടിയും പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഓടും പട്ടികയൊക്കെ പോയിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ പട്ടികയൊക്കെ ചെതൽ പിടിച്ചിട്ടൊക്കെ താഴെ വീണാകെ പൊട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വീട്. വീടിന് വേറെ കേടൊന്നുമില്ല. അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വീടാവും കേട്ടോ. ഇങ്ങോട്ടൊന്നും ആൾപ്പാർപ്പേ ഇല്ല കേട്ടോ. മൊത്തം കാട് പിടിച്ചിറക്കുന്നൊരവസ്ഥയാണ്. ഇത് ഞങ്ങൾക്കൊരു കിണർ ഇവിടെ ഉണ്ട്. ഇത് അടുക്കള ഭാഗം കേട്ടോ. വിറക് പരിയും ഒക്കെ ഈ ഒരു അടുക്കള ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും കാലം നിന്ന് പോന്നിരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഫുള്ള് മലകളാണ്. പന്നിയുണ്ട്, മയിലുണ്ട്, അതുപോലെ കുറുക്കുണ്ട്, നായ്ക്കളുണ്ട്. എല്ലാ മൃഗങ്ങളും പകലും ഒക്കെ ഇറങ്ങി വരുന്നൊരു സമയത്ത്. അതുകൊണ്ട് വല്ലാതെ ആരും ഇങ്ങോട്ട് വരലില്ല. പേടിയാണ് കേട്ടോ വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഒറ്റയ്ക്കാവുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും എന്തെങ്കിലും വന്ന് പെട്ടാൽ തന്നെ ആരും ഒന്നും അറിയില്ല. കാരണം എല്ലാവരും ഇങ്ങനെ കോമ്പൗണ്ടാക്കി വീടൊക്കെ കോമ്പൗണ്ടാക്കി കെട്ടിയതിനെ കൊണ്ട് നമ്മൾ ഒച്ചയിട്ടാൽ പോലും ആരും ഒന്നും അറിയൂല. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയാൻ നീളത്തിലൊരു കൊലായി ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഡൈനിങ് ഹാളാക്കി കുറച്ച് ഭാഗം സിറ്റ് ഔട്ടാക്കി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മൾ അടുക്കള വശത്ത് കൂടെ ആട്ടോ കയറുന്നത്. ഇവിടുത്തെ ഗ്രില്ലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. ഇവിടെ ആയിരുന്നു അടുപ്പൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് അകത്തേക്ക് കിടക്കാൻ ഒരു പേടിയുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇഴജന്തുക്കളൊക്കെ കയറി കൂടുന്നൊരു സ്ഥലമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അടുക്കളയുടെ കേട്ടോ. നമ്മളെ അകത്തേക്ക് കയറാനായിട്ടുള്ളൊരു വാതിലുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എനിക്ക് അകത്തേക്ക് കയറാൻ പേടിയുണ്ട്. നമുക്കത് പിന്നൊരു ദിവസമാക്കട്ടോ വീഡിയോ. എന്താ വെച്ചാൽ ഉള്ളിലേക്ക് പോകാൻ കുറേ റൂമുകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയുള്ളതിനെ കൊണ്ട് നമുക്ക് പിന്നത്തെ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ അടുക്കള വശത്ത് കൂടെ തന്നെ ബാക്ക് ഭാഗത്ത് കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു.
മൊത്തം പുല്ല് നിറഞ്ഞ് കാട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം മഴയും കൂടി ആയ കാരണം നന്നായിട്ട് പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോരുകയാണേ. അപ്പോൾ കുറേ ചപ്പുകളും ചവറുകളൊക്കെ ഉണ്ട്, ഒക്കെ മാറ്റാനും കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വരുന്ന വഴി ഇവിടെ ഒരു ബട്ടറിൻ്റെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചില്ല, ഈ മരത്തിൽ നിന്നും പറിച്ചതാട്ടോ. അപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. നമ്മൾ വലിപ്പം തീരെ കുറവാണ്. 2 ബട്ടർ മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അനിയൻ്റെ വീടിനോട് ചാരിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതവർ മുറിച്ചു കളഞ്ഞു. ഇതിപ്പം ഒരുപാട് കായുണ്ട് കേട്ടോ, കുറേ വീണ് പോയി. എന്തായാലും നല്ലതാണ്. അപ്പം ഇതായിരുന്നു നമ്മൾ കൃഷിയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചേനകളുണ്ട്, അതുപോലെ തന്നെ കവുങ്ങും തൈ നട്ടതുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കൃഷിയൊന്നും പറയാനില്ല, കുറച്ച് മുളകും തൈ വഴുതന തൈയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിതാ ഇടയിലൊരു റോസ് പൂവ് മുട്ട് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ചെറിയ റോസാപ്പൂവാണേ. അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ വിരിഞ്ഞ് നിൽക്കുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറേ ചീരത്തായി ഇതവിടെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് വലുതായിട്ട് പറിച്ച് നടാനുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ പിന്നെ കുറച്ച് എന്താ പറയുക കവുങ്ങും തൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം വലിപ്പം വെച്ച് തുടങ്ങി. ഇത്ര വലിപ്പത്തോളം ആയിട്ടുണ്ട് കേട്ടോ. വേഗം കായ്ക്കുന്ന കവുങ്ങും തൈയാണ്. പിന്നെ നമ്മൾ പപ്പായ ചെടി ഒരു ചട്ടിയിൽ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്രത്തോളം വളരും എന്നുള്ള അറിയില്ല, കാരണം അത് ചട്ടിയിലായതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വഴുതന തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിപ്പം വെച്ച് തുടങ്ങി. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നട്ട പയർ വീണ്ടും തളിർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, ടാറ്റാ, സി യു.